അങ്ങനെ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ പടത്തിൻ്റെ സെക്കൻഡ് ട്രെയിലർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇതായിരിക്കും ചിലപ്പോൾ ഫൈനൽ ട്രെയിലറും. ആക്ച്വലി ഈ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ ഹൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഹൈപ്പില്ല എന്നല്ല, ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷം വരുന്നൊരു സൂപ്പർമാൻ പടമാണ്. പക്ഷേ എന്നാലും ഡി സി യുവിനെ തന്നെ റീബൂട്ട് ചെയ്ത്, ഐ മീൻ നമ്മുടെ ഹെൻറി കാവിൽ സൂപ്പർമാനെ തന്നെ റീപ്ലേസ് ചെയ്ത് പുതിയൊരു സൂപ്പർമാൻ വരുന്നത്, പുള്ളിക്ക് നമ്മുടെ ഹെൻറി കാവിൻ്റെ അത്രയൊക്കെ എത്താൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൂപ്പർമാൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എൻ്റെ മൊത്തം എക്സ്പെക്റ്റേഷൻസും ബ്രേക്ക് ചെയ്തു. ഈ പടത്തിനുള്ള ഹൈപ്പ് തന്നെ ഇപ്പോൾ കയറി. സോ ഈ ട്രെയിലർ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നുള്ള ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഈ സ്റ്റോറി എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മളുള്ള ചില ഗെസ്സിങ്സ് ഒക്കെ. ഈ പടം തന്നെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു മൊത്തം കോമിക് ബുക്ക് എങ്ങനെയാണ് ഒരു പടമായിട്ട് ഉണ്ടാവുക, അതുപോലെയാണ് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ സിവിൽ വാർ പോലത്തെ പടമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു ഹീറോനെ പറ്റിയിട്ടുള്ള കഥയാണെങ്കിലും ആ ഹീറോ മാത്രമല്ല, അതെ ബാക്കിയുള്ള ഹീറോസൊക്കെ വരുന്ന പോലെ. ശരിക്കും അങ്ങനെയാണ് ഒരു സൂപ്പർ ഹീറോ മൂവി വേണ്ടത്. കാരണം ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊരു പടം വരികയാണെങ്കിൽ ബാക്കിയുള്ള സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സൊക്കെ പുള്ളിനെ സംബന്ധിച്ച് അതിൽ വരും. പക്ഷേ നമ്മുടെ ഹെൻറി കാവിൽ സൂപ്പർമാൻ, ബാറ്റ്മാൻ്റെ ഒക്കെ കഥ നിങ്ങൾ എടുത്തിട്ടുണ്ടായി, നിങ്ങൾ ഓൾറെഡി സ്നൈഡർ കട്ടിൽ കണ്ടിട്ടുണ്ടാവും. അതിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സൂപ്പർമാനും പുള്ളിയുടെ ഒരു മെയിൻ വില്ലനും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ള ഹീറോസിൻ്റെ ഒന്നും അതിൽ റോൾ ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു കോമിക് ആക്യുറേറ്റ് ട്രെയിലറോ ഐ മീൻ പടമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതെന്തായാവട്ടെ, നമുക്ക് എന്തായാലും ട്രെയിലറിലേക്ക് വരാം. ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് തന്നെ നമ്മുടെ ലൂയിസ് ലെയ്നും ക്ലാർക്ക് കെൻറ്റും തമ്മിലുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ ലൂയിസ് ലെയ്ൻ പറയുന്നുണ്ട്, നീ സൂപ്പർമാനായിട്ട് ഇൻ്റർവ്യൂ ഇതാന്ന് പറഞ്ഞിട്ട്. സോ ഈ ഒരു ഘട്ടത്തിൽ ലൂയിസ് ലെയ്ന് നമ്മുടെ ക്ലാർക്ക് കെൻ്റാണ് സൂപ്പർമാൻ എന്നുള്ള കാര്യം അറിയായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ സൂപ്പർമാൻ ഹാമറോവെ ഡിഫീറ്റ് ചെയ്തിട്ട് ഒരു മൊത്തം നാടിനെ തന്നെ രക്ഷിച്ചിട്ട് വന്നിട്ടുണ്ടാവും. അതായത് ഒരു മൊത്തം യുദ്ധം തന്നെ നിർത്തിയിട്ട്. സോ ഈ ഒരു കാരണം നമ്മുടെ വേൾഡിൽ തന്നെ മൊത്തം ഒരു ചാഞ്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം ടിപ്പിക്കലി സൂപ്പർമാൻ ഉള്ളത് അമേരിക്കയിലാണ്. ബറോവിയ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കൺട്രിയാണ്. സോ അമേരിക്കയിലുള്ള ഒരുത്തെ, ഐ മീൻ അമേരിക്കൻ സിറ്റിസണായിട്ടുള്ള ഒരുത്തെ നമ്മുടെ ബറോവിയ എന്ന് പറയുന്ന വേറൊരു രാജ്യത്ത് വന്നിട്ട് ഇടപെടുന്നതൊക്കെ ഐ മീൻ രാജ്യങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. സൂപ്പർമാൻ നല്ല രീതിക്കായിരിക്കും, ഐ മീൻ യുദ്ധം നിർത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങൾ അമേരിക്ക അവരുടെ വേറെ രാജ്യത്തിൽ ഇടപെടുന്ന പോലെ ആയിരിക്കും അത് കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ സൂപ്പർമാൻ ആലോചിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലൂയിസൻ ടക്ക് ടക്ക് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. സോ ആ വേൾഡിൽ നടക്കുന്ന പൊളിറ്റിക്സൊക്കെ ആ ഒരു 30 സെക്കൻഡിൽ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ സൂപ്പർമാൻ നടന്നു പോകുമ്പോൾ ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് ട്രെയിലറിലും സെക്കൻഡ് ട്രെയിലറും തമ്മിലൊരു ഡിഫറൻസ്. കാരണം ഫസ്റ്റ് ട്രെയിലറിൽ ആ മൊട്ടവൻ്റെ ഒരു കപ്പ് എടുത്ത് അടിക്കുമ്പോൾ നമ്മുടെ സൂപ്പർമാൻ കണ്ണ് ബ്ലിങ്ക് ചെയ്യുന്ന പോലെ ഒരു സീൻ കാണിച്ചിട്ടുണ്ടാവും. അത് കണ്ടിട്ട് ഒരുപാട് ഫാൻസൊക്കെ എന്താ സൂപ്പർമാൻ ബ്ലിങ്ക് ചെയ്യുന്ന ഒരു കപ്പിൻ്റെ ഇമ്പാക്റ്റ് പോലും പുള്ളിക്ക്, ഐ മീൻ സൂപ്പർമാന് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഈ ട്രെയിലറിൽ അവർ തിരുത്തിയിട്ടുണ്ട്. കാരണം ആ കപ്പ് അടിക്കുമ്പോൾ നമ്മുടെ സൂപ്പർമാൻ ബ്ലിങ്കേ ചെയ്യുന്നില്ല, അനങ്ങുന്ന പോലുമില്ല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ സൂപ്പർമാൻ എന്തോ ഒരു ഫൈറ്റോ എന്തോ കഴിഞ്ഞിട്ട് അട്ടിക്കൊണ്ട് താഴെ വീണ് നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സൂപ്പർമാനെ തന്നെ അവിടുന്ന് എഴുന്നേൽപ്പിക്കാൻ പുള്ളിനെ സഹായിക്കുന്ന സൂപ്പർമാൻ എന്ന് വിളിച്ചിട്ട് നോർമൽ ജനങ്ങളാണ്. അതായത് ജനങ്ങൾ തന്നെ സൂപ്പർമാനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ജനങ്ങളാണ് ഈ സൂപ്പർമാനെ ഇങ്ങനെ വെറുക്കുന്ന ഒരു നിലയിലേക്ക് എത്തുന്നത്. സോ അതെന്തായിരിക്കും, ഐ മീൻ നമ്മുടെ ലെക്സ് ലൂഥർ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. പുള്ളിക്കാണെങ്കിൽ സൂപ്പർമാനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, പുള്ളിക്ക് അത്രയ്ക്ക് ഫെയിം ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ലെക്സ് ലൂഥർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ലെക്സ് ലൂഥർ സൂപ്പർമാൻ്റെ അത്രയ്ക്ക് ഒരു വില്ലനായി മാറുന്നത്. പുള്ളിയുടെ മെയിൻ പ്രശ്നം തന്നെ വെറുപ്പാണ് സൂപ്പർമാനോടുള്ളത്. പക്ഷേ കോമിക്സിലേക്ക് പോവുകയാണെങ്കിൽ ആ വെറുപ്പിനൊരു കാരണമൊക്കെ ഉണ്ട്. കാരണം ലെക്സ് ലൂഥർ ആ മൊട്ടമണ്ടയനാവാനൊക്കെ കാരണം നമ്മുടെ സൂപ്പർമാനാണ്. അത് ഒരു നൈസ് കോമഡിയാണ്. അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പണ്ട് അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ലെക്സ് ലൂഥറിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് തന്നെ സൂപ്പർമാന് ജനങ്ങളുടെ ഇടയിലുള്ള സപ്പോർട്ട് ഇല്ലാതാക്കണം എന്നാണ്. സംഹവ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ലെക്സ് ലൂഥർ അത് ജയിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ തന്നെ സൂപ്പർമാനെ വെറുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഗവൺമെൻറ് തന്നെയാണ്, ഐ മീൻ ഈ അൾട്രാമാനൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അൾട്രാമാനാണെന്ന് ഉറപ്പില്ല. കാരണം എന്നാൽ ചിലപ്പോൾ നമ്മുടെ സൂപ്പർമാൻ്റെ തന്നെ ഒരു ക്ലോണാണെന്നൊക്കെ പറഞ്ഞെന്ന് വരാം. എന്തായാലും ഇതുപോലൊരു ക്യാരക്ടർ കോമിക്കിലില്ല. പിന്നെ ഈ പുള്ളിയുടെ നെഞ്ചത്തുള്ള ആ സിമ്പിളൊക്കെ വെച്ചിട്ടാണ് ഇത് അൾട്രാമാൻ ആയിരിക്കുന്ന ഒരുപാട് റൂമേഴ്സ് ഉള്ളത്. സോ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് അൾട്രാമാൻ എന്ന് വെക്കാം. സോ ഈ അൾട്രാമാനായിട്ടൊരു ഫൈറ്റൊക്കെ നടന്നിട്ട് നമ്മുടെ അൾട്രാമാൻ പുള്ളിനെ മുഖം അടിച്ച് താഴെ ഇറക്കുന്ന പോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ അറസ്റ്റ് ചെയ്ത് ഗവൺമെൻറ്റിനെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സൂപ്പർമാനെ ഹാൻഡ് കഫ്സ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് മാൻ ഓഫ് സ്റ്റീലാണ് ഓർമ്മ വന്നത്. അതിലും നമ്മുടെ സൂപ്പർമാനെ ഇതേപോലെ ഹാൻഡ് കഫ്സ് ഒക്കെ ഇട്ടിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആക്ച്വലി ആ ഹാൻഡ് കഫ്സ് ഒന്നും സൂപ്പർമാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിക്ക് ഒരു ചരട് പൊട്ടിക്കുന്ന പോലെ അത് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും ജനങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ സൂപ്പർമാൻ അങ്ങനെ നടക്കുന്നത് തന്നെ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മുടെ അൾട്രാമാൻ്റെ തൊട്ടേപ്പുറത്ത് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടാവും. ഈ പുള്ളിക്കാരത്തി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കോമിക്കിൽ പുള്ളിക്കാരത്തിൻ്റെ ബോഡി മൊത്തം നാനോ പാർട്ടിക്കൽസ് കൊണ്ട് ഇൻഫ്യൂസ് ആയിട്ടുണ്ടാവും. അതായത് പുള്ളിക്കാരത്തെ ബോഡിയിൽ എവിടെ വേണമെങ്കിലും പുള്ളിക്കാരത്തേക്ക് വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഐ മീൻ വെപ്പൺസ് എന്നല്ല, എന്ത് സാധനങ്ങളിൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പുള്ളിക്കാരത്തി അത് വെച്ചിട്ട് വെപ്പൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയും നമ്മുടെ സൂപ്പർമാൻ തന്നെ ആ ബോട്ട്സിനെയൊക്കെ അടിക്കുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും ട്രെയിലറിൽ തന്നെ. അതിനുശേഷം നമ്മുടെ ലെക്സ് ലൂഥർ നോക്കി ചിരിക്കുന്ന പോലെ ഒരു ഷോട്ട് ഉണ്ട്. ചിലപ്പോൾ പുള്ളിയുടെ പ്ലാൻ വർക്കൗട്ട് ആയെന്നുള്ള രീതിക്ക് നമ്മളെ ലെക്സ് ലൂഥർ ചിലപ്പോൾ ചിരിക്കുന്നതായിരിക്കാം.
അതിനുശേഷമുള്ളൊരു ഷോട്ടിൽ ഹാമർ ബറോയുടെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സൂപ്പർമാൻ ഓൾറെഡി ആ രാജ്യത്ത് ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് വന്നു. അത്ര ഉണ്ടായിട്ടുണ്ടാവുന്നതായിരിക്കും പുള്ളി വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺട്രി വെറുതെ വിടില്ലല്ലോ. സോ അവരും തിരിച്ചടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കൺട്രിയുടെ എന്തോ ഒരു വില്ലൻ ലൈക്ക് ക്യാരക്ടർ ലേസർ വെച്ചിട്ട് നമ്മുടെ സൂപ്പർമാനെ അറ്റാക്ക് ചെയ്യുന്നവർ കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് ലേസറൊക്കെ വിടുന്ന കണ്ടിട്ട് ഇതും നമ്മുടെ ലെക്സ് ലൂഥറിൻ്റെ എന്തോ പണിയാണെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഇതൊരു കോൺസിക്വൻസ് കഥയായിട്ടും പോകാൻ ചാൻസ് ഉണ്ട്. കാരണം സൂപ്പർമാൻ ബറോയുടെ ആ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. ഈ പുള്ളിക്ക് ഇങ്ങനെ ഈ അവസ്ഥ വന്നെന്നൊക്കെ പറയുന്ന പോലെ പറയാം. പിന്നെ അതിനുശേഷം നമ്മുടെ സൂപ്പർമാൻ ഐസ് അപ്പിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പറക്കുന്ന ആ സീനൊക്കെ നൈസായിരുന്നു കാണാൻ. പിന്നെ അതിനുശേഷം നമ്മുടെ ലെക്സ് ലൂഥർ സൂപ്പർമാൻ്റെ ആ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ വരുന്ന പോലെ ഒരു സീൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് മുമ്പ് പറഞ്ഞ സ്നീക്ക് വീക്കിലൊക്കെ നമ്മുടെ സൂപ്പർമാൻ്റെ DNA അല്ലെങ്കിൽ ക്രിപ്റ്റോയ്ക്ക് മാത്രം അതിൽ കയറാൻ പറ്റുന്നുള്ള പോലെയൊക്കെ കാണിച്ചിട്ടുള്ളത്. സോ അങ്ങനെ നോക്കുമ്പോൾ ആ അൾട്രാമാൻ സൂപ്പർമാൻ്റെ ഒരു ക്ലോൺ ആവാൻ ചാൻസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ എൻ്റർ ആവാത്. കാരണം ലെക്സ് ലൂഥർ കൂളായിട്ട് അതിൻ്റെ ഉള്ളിൽ എൻ്റർ ആവുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ആ എഞ്ചിനീയർ എന്ന് പറയുന്ന ആ പുള്ളിക്കാരത്തി അവിടെയുള്ള നമ്മുടെ സൂപ്പർമാൻ്റെ ആ സേഫ്റ്റിക്കുള്ള ആ റോബോട്ട്സിനെയൊക്കെ അടിച്ച് തിമിർത്ത് കളയാണ്. അതിനുശേഷം നമ്മുടെ ക്രിപ്റ്റോ ആയിട്ടൊരു ഫൈറ്റ് ഉണ്ട്. ക്രിപ്റ്റോനെ എങ്ങാനും കൊന്നു കളഞ്ഞാൽ കള്ളപ്പന്നിങ്ങളെ കൊന്നു കളയടാ. ചെറുക്കനെ ഇപ്പോഴാണ് എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുന്നത് വരുന്നത്. അപ്പോഴേക്കും കൊന്നു കളയാനാണെങ്കിൽ സഹിക്കത്തില്ല. ചിലപ്പോൾ ഇവിടുന്നായിരിക്കും നമ്മുടെ ലെക്സ് ലൂഥർക്ക് സൂപ്പർമാൻ എവിടുന്നാണ് എങ്ങനെയാണ് വന്നതെന്നുള്ള സ്റ്റോറിയൊക്കെ അറിയാൻ വേണ്ടി പോകുന്നത് തന്നെ. അപ്പോഴാണ് പുള്ളി പറയുന്നത് സൂപ്പർമാൻ അവൻ മനുഷ്യനൊന്നല്ല, അവനൊരു ഇറ്റാണെന്ന് പറയുന്നത്. സോ അവൻ മനുഷ്യനൊന്നല്ല, അവനൊരു സാധനമാണെന്ന് പറയുന്നത്. അതിനുശേഷം ഒരു പെട്ടിയിൽ നമ്മുടെ സൂപ്പർമാനെ അടിച്ചു വെച്ചിരിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം പുള്ളിനെ കുറേ പേര് അറ്റാക്ക് ചെയ്യുന്ന പോലെ. അത് ഹ്യൂമൻസ് ആണോ മെറ്റാ ഹ്യൂമൻസ് ആണോ എന്നൊന്നും അറിയില്ല. എന്തോ റോബോട്ട് പോലത്തെ ഒരു സാധനമാണ് എന്തായാലും. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും ലെക്സ് ലൂഥറും ഒരുമിച്ച് ചേർന്നിട്ടായിരിക്കും സൂപ്പർമാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കി ഡിഫീറ്റ് ചെയ്യുന്നത് തന്നെ ചിലപ്പോൾ. പിന്നെ അവിടെയാണ് നമ്മുടെ സൂപ്പർമാനെ മാത്രമല്ല അവിടെ വേറൊരാളും കൂടിയിട്ട് മെറ്റമോർഫോ. ആ മെറ്റമോർഫോയുടെ കൈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ക്രിപ്റ്റനൈറ്റാണ്. ഈ മെറ്റമോർഫോ എന്ന് പറയുന്നത് തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ പുള്ളിക്കാരന് എന്തൊരു തരത്തിലുള്ള എലമെൻ്റ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് സൂപ്പർമാനെ വീക്കാക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ക്രിപ്റ്റനൈറ്റ് യൂസ് ചെയ്തിട്ട് ക്രിപ്റ്റനൈറ്റിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ആ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ലെക്സ് ലൂഥർ ആയിരിക്കും അതിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മുടെ മെറ്റമോർഫോയ്ക്ക് പറഞ്ഞതും പുള്ളി ആ എലമെൻ്റ് ആയിട്ട് മാറുന്നതും അത് വെച്ചിട്ട് സൂപ്പർമാനെ വീക്കാക്കുന്നത്. പക്ഷേ എന്നാലും ഒരു ഘട്ടത്തിൽ ഈ മെറ്റമോർഫോ തന്നെ സൂപ്പർമാനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് ശേഷമുള്ളൊരു സീൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഒരു നല്ല വെളിച്ചത്തിൽ നമ്മുടെ സൂപ്പർമാൻ ആ ഗ്ലാസ്സിനെ ഇടിച്ച് തകർക്കുന്നതായിട്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ ശ്രദ്ധിച്ചാൽ കാണാം. മെറ്റമോർഫോ ആണ് ആ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. ഇതിന് മുമ്പുള്ള ഒരു ടീസറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മെറ്റമോർഫോ പുള്ളിയുടെ രണ്ട് കയ്യിലുള്ള രണ്ട് എലമെൻറ്റ്സ് മിക്സ് ചെയ്തിട്ട് എന്തോ ചെയ്യുന്ന പോലെ. സോ പുള്ളിയായിരിക്കും നമ്മുടെ സൂപ്പർമാനെ എനർജിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് തന്നെ. സോ സൂപ്പർമാനെ വീക്കാക്കാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റനൈറ്റ് ഉണ്ടാക്കിയ നമ്മുടെ മെറ്റമോർഫോ നമ്മളെന്തിനാ പന്നിട്ട് വാക്ക് കേൾക്കണം. സോ സൂപ്പർമാനെ പോലെ ആവാൻ നമുക്കും പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ട് സൂപ്പർമാനെ ഹെൽപ്പ് ചെയ്യുന്ന പോലെയും ചിലപ്പോൾ കാണിക്കാം. ചിലപ്പോൾ പുള്ളി തന്നെ സൂപ്പർമാൻ്റെ ആ യെല്ലോ സണ്ണിൻ്റെ എനർജി എലമെൻറ്റ്സ് മിക്സ് ചെയ്ത് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്തായിരിക്കാം. അങ്ങനെ ആയിരിക്കും സൂപ്പർമാൻ ആ മൊത്തം ഗ്ലാസ് തന്നെ ഇടിച്ച് തകർത്ത് പുറത്ത് വരുന്നത്. മെറ്റമോർഫോ മാത്രമല്ല നമ്മുടെ മിസ്റ്റർ ടെറഫിക്കും മനം മാറിയിട്ടുണ്ടാവും. അതായത് ഇവരൊക്കെ ഓൾറെഡി ആ ജസ്റ്റിസ് ഗ്യാങ് നമ്മുടെ ഗവൺമെൻറ് അണ്ടറിലുള്ള പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പക്ഷേ നമ്മുടെ ആ സൂപ്പർമാൻ അടിച്ചിട്ട് ആ ആർമിയായിട്ട് ഈ മിസ്റ്റർ ടെറഫിക് തന്നെ ഫൈറ്റ് ചെയ്യുന്ന പോലെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ അൾട്രാമാനായിട്ടുള്ള ഫൈറ്റിൽ താഴെ വീണെടുക്കുന്ന ഒരാളെ കണ്ടില്ലേ, ഓഫ് കോഴ്സ് മിസ്റ്റർ ടെറഫിക് ആണ്. സോ നമ്മൾ തെറ്റിയാണെന്നുള്ളൊരു തോട്ട് അവർക്ക് വന്നതിന് ശേഷം അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അതിനുശേഷമുള്ളൊരു ഷോട്ടിൽ നമ്മുടെ സൂപ്പർമാൻ ഒരു വലിയ കൈജുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഫാൻഡം സോണിൽ നിന്നൊക്കെ നമ്മുടെ ലെക്സ് ലൂഥർ തന്നെ കൊണ്ടുവന്നിട്ടുള്ളതായിരിക്കും. അങ്ങനെയായിരിക്കും ആ ഫൈറ്റ് അവിടെ നടക്കുന്നത് തന്നെ. റീസെൻ്റായിട്ട് ഒരുപാട് സൂപ്പർ ഹീറോ മൂവീസിൽ കണ്ടിട്ടുണ്ടാവും. അതായത് തണ്ടർ ബോൾട്സ് തന്നെ നമ്മുടെ സിവിലിയൻസിനൊക്കെ ഒരുപാട് രക്ഷിക്കുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ സൂപ്പർമാനും ഇതിൽ ഒരുപാട് ഹ്യൂമൻസിനെ സിവിലിയൻസിനെ രക്ഷിക്കുന്ന പോലെ ഒരുപാട് ഷോട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ഈ ട്രെയിലർ മൊത്തം ആക്ഷൻ 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 എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക. സോ പുള്ളി നമ്മുടെ സൂപ്പർമാൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് തന്നെ പുള്ളിയുടെ അപ്പനും അമ്മയായിരിക്കും. കാരണം ഇതിൽ നമ്മുടെ സൂപ്പർമാൻ്റെ സ്യൂട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് പുള്ളിയുടെ അമ്മയാണെന്ന് തോന്നുന്നു. കാരണം പുള്ളിക്കാരത്തി ബൂട്ട്സ് എടുത്തിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കോൺഫിഡൻസോടെയാണ് സൂപ്പർമാൻ ആ ഫൈറ്റിന് പോകുന്നത് തന്നെ. സോ ഇതൊക്കെയാണ് എൻ്റെ ചില ഫൈൻഡിങ്സ്. ഇനി ഇതിൽ എന്തൊക്കെ കാര്യങ്ങളും ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്ന അറിയാം. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.